സാധാരണയായി നമ്മളെല്ലാം പരസ്യമായി ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയമാണ് സ്വയംഭോഗം. അതുകൊണ്ട് തന്നെ സ്വയംഭോഗത്തെക്കുറിച്ചുള്ള മിഥ്യാബോധവും നിരവധി തെറ്റിദ്ധാരണകളും പലരിലും നിലനിൽക്കുന്നുണ്ട്. സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണോ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. ഏതൊരു പ്രവൃത്തിയെയും പോലെ സ്വയംഭോഗത്തിനും അതിൻ്റെതായ ഗുണദോഷങ്ങളുണ്ട്. ശ്രദ്ധിക്കൂ. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാധാരണമായ ലൈംഗിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് സ്വയംഭോഗം. സ്വയംഭോഗമാണ് ഭൂരിപക്ഷം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആദ്യത്തെ ലൈംഗിക അനുഭവം. കൗമാരക്കാർ മിക്കവരും പതിവായി സ്വയംഭോഗം ചെയ്യുന്നവരാണ്. ചിലർ മുതിർന്നു കഴിഞ്ഞാലും വല്ലപ്പോഴും ഇതിൽ ഏർപ്പെടുന്നു. മറ്റു ചിലരാകട്ടെ ജീവിതത്തിലുടനീളം സ്വയംഭോഗത്തിലൂടെ സുഖം കണ്ടെത്തുന്നു. സ്വയംഭോഗത്തെ നോർമലായ ഒരു പ്രവൃത്തിയായിട്ടാണ് വൈദ്യശാസ്ത്രം കാണുന്നത്. ജീവിതത്തിൽ എപ്പോഴും അമിതമായ രീതിയിലല്ലാതെ സ്വയംഭോഗത്തിൽ ഏർപ്പെടാം. ഇത് നിങ്ങളുടെ ഒരു ഇന്ദ്രിയാവയവങ്ങൾക്കും ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല. മാത്രവുമല്ല, തീർത്തും സുരക്ഷിതമായ ഒരു ലൈംഗിക പ്രവർത്തനമാണ് സ്വയംഭോഗം. സുഖമനുഭവിക്കുക എന്നതിനപ്പുറം ടെൻഷൻ കുറയ്ക്കാനും ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കും പങ്കാളിയുമായി ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്തവർക്കും വലിയൊരു ആശ്വാസമാണ് സ്വയംഭോഗം. ചിലർ ഗർഭത്തെ അകറ്റി നിർത്താനും ലൈംഗിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനും സെക്സിനു പകരം സ്വയംഭോഗത്തെ ആശ്രയിക്കുന്നു. സെക്സിലൂടെ രതിമൂർച്ചയിലെത്താൻ കഴിയാത്തവർക്ക് ഡോക്ടർമാർ നൽകുന്ന ഉപദേശം സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ചയിലെത്തി പതിയെ സെക്സിലേക്ക് കടക്കാനാണ്. സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾക്ക് സംഭോഗ സമയത്ത് രതിമൂർച്ചയിലെത്തുന്നതിനാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സ്ത്രീകളുടെ രതിമൂർച്ച പുരുഷന്മാരുടേതിനേക്കാൾ സങ്കീർണമാണ് എന്നതാണ് ഇതിനുള്ള കാരണം. സ്ഖലനത്തിലൂടെയാണ് പുരുഷന്മാർക്ക് രതിമൂർച്ച സംഭവിക്കുന്നത്. ലൈംഗിക വികാരം ഉണർത്തുന്നതിലുണ്ടാകുന്ന പോരായ്മകളും അനുയോജ്യമല്ലാത്ത ലൈംഗിക രീതികളുമാണ് സ്ത്രീകളിലെ രതിമൂർച്ചയിൽ തടസ്സങ്ങളായി വരുന്നത്. ശീഘ്രസ്ഖലനവും ആവശ്യമായത്ര ബാഹ്യ കേളികളില്ലാത്തതും പുരുഷന്മാരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പുരുഷന്മാരിൽ വന്ധ്യതയുടെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനും ഉദ്ധാരണക്കുറവടക്കമുള്ള പ്രശ്നങ്ങൾക്കും സ്വയംഭോഗത്തിലൂടെ പുറത്തുവരുന്ന ശുക്ലമാണ് പരിശോധനയ്ക്കെടുക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്വന്തം ശരീരത്തെ കൂടുതൽ അടുത്തറിയാനും അതുവഴി ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാനുമുള്ള ഒരു നല്ല പോംവഴിയാണ് സ്വയംഭോഗം. എങ്കിൽ പിന്നെ എത്ര തവണ വരെ ഇതാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അത് വ്യക്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എങ്കിലും ആഴ്ചയിൽ ശരാശരി 3 മുതൽ 7 വരെ ആകുന്നതിൽ തെറ്റില്ല. എന്നിരുന്നാലും അമിതമായി ആസക്തി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അഡിക്ഷനായി കാണാവുന്നതാണ്. ഇത്തരം അവസരങ്ങളിൽ ഒരു സെക്സോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതുണ്ട്. മാനസിക പിരിമുറുക്കം മുതൽ മൂത്രാശയ ക്യാൻസറിനെ വരെ തടയാൻ സ്വയംഭോഗം കൊണ്ട് സാധിക്കും. സ്വയംഭോഗം സ്ട്രെസ്സിന് കാരണമാകുന്ന കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ പുറന്തള്ളാൻ സഹായിക്കും. ഇത് സ്ട്രെസ് കുറയ്ക്കും. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോണുകൾ സ്വയംഭോഗ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വയംഭോഗം ചെയ്യുമ്പോൾ ഓക്സിട്രോസിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ശരീരത്തിൻ്റെ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. നല്ല ഉറക്കം ലഭിക്കാനും സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ കഴിയും. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന രോഗമുള്ളവർക്ക് ഇതിനുള്ള പ്രതിവിധിയാണ് സ്വയംഭോഗം. പുരുഷന്മാരിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വയംഭോഗം നല്ലതാണ്. രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഹൃദയാരോഗ്യത്തിന് ഇത് നല്ലതാണ്. ബീജങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുവാനും സ്വയംഭോഗം സഹായിക്കുന്നു. സ്ത്രീകളിൽ ഗർഭാശയമുഖത്തെ ബാക്ടീരിയകളെ പുറന്തള്ളാൻ ഇത് സഹായിക്കും. യൂറോജനൈറ്റൽ ട്രാക്റ്റിലെ ടോക്സിനുകൾ ക്യാൻസറിന് കാരണമാകുന്നവയാണ്. സ്വയംഭോഗം വഴി ഇത്തരം ടോക്സിനുകൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സ്വയംഭോഗം സഹായിക്കും. എന്നാൽ സ്വയംഭോഗം അമിതമായാൽ ചില ദോഷങ്ങളുമുണ്ട്. അമിതമായ സ്വയംഭോഗം ചിലരിൽ സെക്സിനോടുള്ള താല്പര്യം കുറയാൻ കാരണമാകുന്നു. ഇണയോടുള്ള ആകർഷണത്തെയും കുറയ്ക്കുന്നു. അതിനാൽ സ്വയംഭോഗം അമിതമാകാതെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. പങ്കാളിയിൽ നിന്നും സെക്സിന് വൈമുഖ്യം കാണിച്ചുകൊണ്ട് സ്വയംഭോഗത്തിൽ ഏർപ്പെടുക, പൊതു ഇടങ്ങളിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുക, ദിവസവും പലതവണ സ്വയംഭോഗത്തിലൂടെ സുഖം കണ്ടെത്തുക തുടങ്ങിയവ മാനസിക പ്രശ്നങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. അമിതമായ സ്വയംഭോഗം ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്.
ഇത് കൂടുതൽ സെക്സ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഇടവരുത്തും. ഇത് ക്ഷീണം, കണ്ണുകൾക്ക് പ്രശ്നം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയാത്തതും ചിലരിൽ ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. ലൈംഗിക തൃപ്തിക്കായുള്ള കേവലമൊരു പ്രവൃത്തി എന്നതിലുപരിയായി സ്വയംഭോഗം കൊണ്ട് ആരോഗ്യത്തിനുണ്ടാകുന്ന ഗുണവശങ്ങളെപ്പറ്റിയും ദോഷവശങ്ങളെപ്പറ്റിയും മനസ്സിലാക്കാൻ ഈ എപ്പിസോഡിലൂടെ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു.